വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ പുളിയിഞ്ചി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് ചൂടായി കിട്ടണം കേട്ടോ. ഇത് ചട്ടിയായത് കാരണം തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചൂടായി കിട്ടുള്ളൂ. മറ്റുള്ള പാത്രങ്ങൾ പോലെയല്ല കേട്ടോ. ഈ നമുക്ക് നന്നായിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ചട്ടിയായത് കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു പുക വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ചൂടായി കിട്ടാനും വളരെ നല്ലതാണ്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിക്കിട്ടാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അതിനൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ ചട്ടിയിലാത് കാരണം പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിക്കിട്ടും. ഇനി അതിലോട്ടായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉലുവയുടെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഈ ഉലുവയും കടുകും നല്ല രീതിയിലൊന്ന് പൊട്ടിക്കിട്ടാനായിട്ട് നമുക്കിത് വീണ്ടും ഇളക്കിയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഈ കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഈ എണ്ണയിലോട്ട് നല്ല രീതിയിൽ പകർന്നു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം തന്നെ നമ്മൾ ഇതിലോട്ടായിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പുളിയിഞ്ചി കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും കേട്ടോ. ഇനി നമുക്കിതിലോട്ടായിട്ട് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി. അപ്പോൾ ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഞാനിവിടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. സാധാരണ നമ്മൾ അരിഞ്ഞിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇത് ക്രഷ് ചെയ്തിട്ടാണ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചിയിൽ ആ ഒരു വെള്ളമയെല്ലാം ഒന്ന് പോയി കിട്ടുന്നതുവരെ നമുക്കിതിനെ ഒന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചിപ്പുളിയാണ് എന്ന് വെച്ച് ഇതിലോട്ടായിട്ട് ഒരുപാട് അങ്ങോട്ട് ഇഞ്ചി ഉപയോഗിക്കരുത്. ഒരു മീഡിയം ലെവലിലുള്ള ഇഞ്ചി മാത്രമേ നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴേ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു കറിക്ക്. ഇനി നമുക്കിതിലോട്ടായിട്ട് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി അതുപോലെ തന്നെ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഈ കറിയിലോട്ട് ഇറങ്ങി വരും. പിന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു രീതിയിലാകുമ്പോൾ. ഇനി ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതലായിട്ട് വാട്ടിയെടുത്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുത്താൽ മതിയേ. നമുക്ക് ഈ സമയം ഇതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഇവിടെ പുളി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ ഒരു അരമണിക്കൂർ നേരം നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഞാൻ ഇതിലോട്ടായിട്ട് 1 കപ്പ് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ 1 കപ്പ് കൂടി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. എനിക്ക് കുറച്ചുകൂടി പുളിവെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നി, പുളി കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ 1 കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പുളിയായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നന്നായിട്ട് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആ രീതിയിൽ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണം കേട്ടോ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഈ കളറൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ മാറിപ്പോവും, ഒരു ഡാർക്ക് കളറിലായി പോവും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ്ലി പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ജീരകമാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തത്. ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഫ്ലേവറെല്ലാം ഈ പുളിവെള്ളത്തിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങി കിട്ടണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് വന്ന് കിട്ടി നല്ല രീതിയിൽ തിളച്ച് മറിയുന്ന ആ സമയം നമുക്കതിലോട്ട് നമ്മുടെ ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചധികം ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മധുരമൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ശർക്കര ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കുറച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണം കേട്ടോ, എന്നാലേ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് നല്ലൊരു കട്ടി കിട്ടാനായിട്ട് ഈ സമയം ഞാനൊരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു ഇഞ്ചിപ്പുളിയായി കിട്ടുള്ളൂ കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് ഒരു നുള്ള് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ, നല്ലൊരു ടേസ്റ്റാണ്. ഇത് രണ്ടും ഈ ടൈമിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചിപ്പുളി ഉണ്ടല്ലോ വളരെ ടേസ്റ്റ് ആവും കേട്ടോ. അതുപോലെ നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത അരിപ്പൊടിയുടെ അളവുണ്ടല്ലോ അതൊരിക്കലും കൂടാനായിട്ട് പാടില്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പുളിയിഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. ആ അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ആയിട്ടാവും വരിക. അപ്പോൾ അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണേ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മറിയട്ടെ. തിളച്ച് ഇതെല്ലാം ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കിത് ബിരിയാണിൻ്റെ കൂടെയും സദ്യൻ്റെ കൂടെയും ചിക്കൻ കറി കൂട്ടി നമ്മൾ സാധാരണ ചോറുണ്ണുമ്പോൾ ഈ ഇഞ്ചിപ്പുളി കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇഞ്ചിപ്പുളി ഇവിടെ നന്നായിട്ട് കുറുകി നല്ല പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ സിമ്പിളായിട്ടുള്ള ഇഞ്ചിപ്പുളി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്